ചില ആളുകൾ വഞ്ചിച്ച് മറ്റുള്ളവന്റെ സമ്പത്ത് കണ്ടെത്തും. ചതിയിലൂടെ അവന്റെ സ്വത്ത് സ്വന്തം വരുതിയിലേക്കാക്കും. മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരു ഉറപ്പുമില്ലാത്ത ബിസിനസ്സിൽ നാട്ടുകാരെ ചേർക്കാൻ വേണ്ടി നടക്കുന്നവർ. ഇന്ന് ചില നെറ്റ് മാർക്കറ്റിങ്ങുകളില്ലേ, 2-3 കള്ളി വരച്ച് ഒരു ബോർഡും സ്ഥാപിച്ച് 2 റൗണ്ടും വരച്ച് ആ റൗണ്ടും വന്ന് 10 റൗണ്ട് വേറെ വരച്ച്, എന്റെ അമ്മാമി, എന്റെ എളാപ്പ, നിന്റെ അവര് 5 പേർ, തായോട്ട് 5 പേർ, നിനക്ക് നിന്റെ അക്കൗണ്ടിൽ ഒരു 10,000, ഇടതുഭാഗത്ത് 5 പേർ, അവിടുന്ന് അങ്ങോട്ട് 10 പേർ, നിന്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും 10,000. നിനക്ക് മാസ വരുവാനും നിന്റെ 10ഉം വലതും ഇടതും കിട്ടുന്ന 2 10ഉം 30,000. എന്ത് ഹക്കാ മനുഷ്യരെ അതിലുള്ളത്? എവിടെയാ ഈ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഏത് ബിസിനസ്സിലാ ഈ പണം മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ വിളിച്ചു ചേർക്കുന്ന മനുഷ്യന് അത് കൊടുക്കാൻ കൃത്യമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? ഇനി അഥവാ എവിടെയെങ്കിലും വെച്ചത് പൊട്ടി, നിങ്ങൾ ചേർത്തവൻ 5ഉം 10ഉം ആളുകൾ വന്ന് വീട്ടിന്റെ മുൻഭാഗത്തുനിന്ന് ശബ്ദമുണ്ടാക്കുന്നു, എന്റെ പണം. നമ്മൾ പറയുന്നു എനിക്കറിയില്ല, എനിക്കെന്റെ തലന്റെ മേലെയുള്ള 2 പേരെ അറിയൂ, അതിന്റെ മേലോട്ടറിയില്ല. പിന്നെന്തിനാ താഴെയുള്ളവർക്ക് നിങ്ങൾ ഊഹം കൊടുത്തത്? എന്തിനാ ആ ഊഹത്തിന് വേണ്ടി അവരെ പിടികൂടിക്കൊണ്ടുവന്നത്? എന്തിനാ ആ ഊഹ കച്ചവടത്തിലേക്ക് അവരെയും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്? നിങ്ങളെ നേട്ടം വലതും ഇടതും ആളുകൂടിയാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ലാഭം മാത്രം അത് വഞ്ചനയാ, വഞ്ചിച്ച് തിന്നല. അതിലും നല്ലത് പട്ടിണി കിടക്കലാന്ന ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ടാ ഇന്നൊന്നാലോചിച്ചു നോക്കൂ, അങ്ങനെ ചേർന്നവരും കിട്ടാതായതിന്റെ പേരിൽ തമ്മിലടിക്കുന്നവരും ഇപ്പോഴും കേസും നൂലാമാലകളുമായി നടക്കുന്നവരും ഇതൊന്നും വിവരമില്ലാത്തവർക്കല്ല, വിവരമുള്ളവർക്ക്, നമസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോൽക്കുന്നവർക്ക്, അവർക്കാ ഈ അബദ്ധങ്ങൾ. അപ്പൊ അബദ്ധമല്ല, ലാഭക്കൊതിയ, ആർത്തിയ. ആ ആർത്തി വഞ്ചനയിലൂടെയാണെങ്കിൽ ഇരട്ടിക്കുറ്റമാ. വഞ്ചന എന്ന കുറ്റവും ആർത്തി എന്ന കുറ്റവും. ഇന്നതിന്റെ പേരിൽ ഓരോരുത്തരും അതിൽ തമ്മിലടിച്ചു കൊണ്ടിരിക്കുമ്പോ, തലയറിയാതെ ഊഹക്കച്ചവടം നടത്തുമ്പോ, അവസാനം പൊട്ടിപ്പൊളിഞ്ഞ് പാലീസാകുമ്പോ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ ആരെങ്കിലും ചേർക്കാൻ വരുമ്പോ, ഞാൻ എന്നോട് ആ വിഷയം സംസാരിക്കുന്നവരോട് ഒരു ചോദ്യമേ ചോദിക്കാറുള്ളൂ, നിന്റെ തലക്ക് മുകളിലേക്ക് നിനക്ക് എത്ര പേരെ അറിയാം? നിന്നെ ചേർക്കാൻ വരുന്നവർക്ക് അതിന്റെ മുകളിലേക്ക് എത്ര പേരെ അറിയാം? എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും, നീ ആരോട് ചോദിക്കും? നിന്റെ മേലെയുള്ളവരിലോക്ക്. നീ കൈമലർത്തിയാൽ ഞാൻ ആരോട് ചോദിക്കും? എനിക്കറിയില്ല നിന്റെ തലക്ക് മേലെ എത്ര ആളുണ്ടെന്ന്, അവർക്കറിയില്ല അവർക്ക് മേലെ ആരാണെന്ന്. എന്നെ ചേർത്തതോടുകൂടി ഞാൻ എന്റെ നേട്ടം മാത്രമേ ലക്ഷ്യം വെക്കുന്നുള്ളൂ, എന്റെ താഴെ 10 ആള് വേണം. ഊഹക്കച്ചവടം നടത്തുന്നവർ, ഇസ്ലാം വിരോധിച്ചതാണത്, ആ ഊഹക്കച്ചവടം. മാത്രമല്ല, മുനാഫിക്കിന്റെ ലക്ഷണമായിട്ട് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ആയത്തുൽ മുനാഫിക്കി സലാസുൻ. മുനാഫിക്കിന്റെ ലക്ഷണം അത് 3 എണ്ണമാ. അത് മക്കയിലെ മുനാഫിക്കീങ്ങളെ പറ്റിയല്ല ഈ പറയുന്നത്, നാട്ടിലുള്ള ഏതെങ്കിലും മുനാഫിക്കീങ്ങളെ പറ്റിയല്ല. ഇങ്ങനെ വഞ്ചനാ കച്ചവടത്തിൽ ഇടപെട്ട് ജനങ്ങൾക്ക് ഊഹബോധം നൽകി ഊഹക്കച്ചവടം നടത്തുന്നവരും മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരാ. ഒന്നാമത്തത് ഇദാ ഹദസ കദബ. സംസാരിക്കുമ്പം കളവ് പറയും. എന്തൊക്കെ വാഗ്ദാനങ്ങളാ കൊടുക്കുക. ഇടക്കിടക്ക് 10,000, അതിന്റെ അപ്പുറത്തേക്ക് ആളുകൂടിയാൽ 25,000, മാസം 1 ലക്ഷം വീട്ടിലിരുന്നുള്ള സമ്പാദ്യം, അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വിദേശയാത്ര, നിനക്ക് ഇന്ന ടാർഗറ്റ് എത്തിയാൽ സിംഗപ്പൂരിലേക്ക് ഒരു ടിക്കറ്റ്. ഇതാ ഹദസ കദബ. സംസാരിച്ച കള്ളത്തരങ്ങളെ പറയൂ. പോയതായിട്ട് ഓർമ്മയില്ല, പോയതായിട്ട് ആർക്കും തെളിവുമില്ല. മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് മറ്റുള്ളവന്റെ പണത്തിനു വേണ്ടി ആർത്തിയുമായി നടക്കുന്നവർ. ഇനി അവൻ വാഗ്ദാനം ചെയ്താലോ കരാറ് ചെയ്താലോ അഖ്ലഫ, അത് ലംഘിക്കുകയും ചെയ്യും. ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ഈ വാക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നെറ്റ് മാർക്കറ്റിങ്ങുകളിൽ, ഊഹക്കച്ചവടങ്ങളിലാ. ഒരു ഊഹത്തിന്റെ പേരിൽ പണമിരട്ടിപ്പിക്കാൻ വേണ്ടി സമ്പത്തുമായി കാത്തിരിക്കുന്നവർ. അത്തരക്കാരായ ആളുകൾക്ക് സ്വർഗം പോലും തടയപ്പെടുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. മൻ ഫാറഖ റൂഹുൽ ജസദഹു. ആരെങ്കിലും മരിക്കുമ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപോകുന്നത് വഹുവ ബരീഉൻ മിൻ സലാസിൻ. 3 വിഷയങ്ങൾ ഇല്ലാതെയാണെങ്കിൽ, 3 കാരണങ്ങൾ ഇല്ലാതെയാണോ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമ്യം. 3 സ്വഭാവം ഇല്ലാതെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യം. ഒന്ന്, മിനൽ ഖിബ്ർ, അഹങ്കാരമില്ലെങ്കിൽ, അഹങ്കാരമില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ റബ്ബിന്റെ സ്വർഗം കിട്ടും. പണം കൂടിയോ ചിലർക്ക് അഹങ്കാരം കൂടും. നാട്ടിലൊക്കെ തമാശ പറയാറുണ്ട്, വെറുതെ നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതിൽ ചേർന്ന് ആദ്യം 10,000 മാസം കിട്ടിയപ്പോ പിന്നെ കുടിക്കാൻ കോള, ഓരോരുത്തർക്കും ഭക്ഷണം, നിലമറന്ന ജീവിതം, മാസത്തിൽ മേലനങ്ങാണ്ട് പൈസ കിട്ടുക, വേർപ്പ് പറ്റാണ്ട് പണം കിട്ടിക്കൊണ്ടിരിക്കുക. ആരാന്റെ മുതല് അവിടുന്ന് ചേരുന്നവന്റെ അടുത്ത് ഇവിടെ കൊടുക്കും, ഇവിടുന്ന് ചേരുന്നവന്റെ അടുത്ത് മറ്റവന് കൊടുക്കും, കടം വാങ്ങി അല്ലാണ്ട് തിന്നും. ഓരോരുത്തരുടെയും സമ്പത്ത് അന്യായമായി പല നിലക്കും സമ്പാദിച്ചു കൂട്ടും. അങ്ങനെ കിബിറ് കൂടിയ ആളുകൾ, അവർക്ക് അല്ലാന്റെ സ്വർഗത്തിൽ സ്ഥാനമില്ല. രണ്ടാമത്തത് വൽ ഉലൂലി, വഞ്ചന കാണിക്കുന്നവർക്കും, വാക്കിലും നോക്കിലും ഉറപ്പില്ലാത്ത വാക്ക് പറഞ്ഞ് വഞ്ചിക്കുന്ന ആളുകൾക്കും അല്ലാഹ് സ്വർഗം നൽകില്ല. മൂന്നാമത്തത് വദ്ദൈൻ, കടമുള്ള വ്യക്തികൾക്കും അല്ലാഹു തആല സ്വർഗം നൽകില്ല. ഈ 3 സ്വഭാവമില്ലാത്ത ഏതൊരാൾക്കും പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ പാപമോചനവും റബ്ബിന്റെ റഹ്മത്തും കിട്ടും. സഹോദരങ്ങളെ, മനസ്സാക്ഷിയില്ലാതെ വഞ്ചിക്കരുതെന്ന്. ഓരോരുത്തരും അവനാന്റെ നേട്ടം മാത്രം നോക്കുന്നത്. എനിക്ക് പണം കിട്ടണം, എന്റെ കാര്യം സുഖമായിട്ട് നടന്നു പോകണം. എത്രയെത്ര ആളുകളാ ഇങ്ങനെ കടം കൊടുത്ത് ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകളാ കൊടുത്ത പൈസക്ക് വേണ്ടി പിന്നാലെ നടക്കേണ്ടി വരുന്നത്. ചില തമാശക്ക് പറയുന്നത് പോലെ സ്വന്തം പൈസ ഉപയോഗിച്ച് കടിക്കുന്ന പട്ടിനെ വാങ്ങിയതുപോലെ എന്നൊക്കെ പറയുന്നത് പോലെ അവനാന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ കൊടുത്ത് സഹായിച്ചതിന്റെ പേരിൽ പിന്നെ ആ പണത്തിന് വേണ്ടി നെഞ്ചുരുകി സങ്കടപ്പെട്ട് നടക്കുന്ന അവസ്ഥ നമ്മൾ കാരണം മറ്റൊരാൾക്ക് വരുന്നുണ്ടെങ്കിൽ, അത് കച്ചവടത്തിലാവട്ടെ, വ്യക്തിപരമാവട്ടെ, സാമൂഹിക ഇടപെടലുകളിലാവട്ടെ, നമ്മൾ കാരണം മറ്റൊരാളുടെ ഹക്ക് തടയപ്പെടുന്നുണ്ടെങ്കിൽ, ബാത്തിലാണ് തിന്നുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ദുനിയാവിൽ അത് ഉപകാരപ്പെടില്ല എന്ന് മാത്രമല്ല, പാരത്രിക ലോകത്ത് വമ്പിച്ച കുറ്റമായിരിക്കും ഹക്കല്ലാത്ത സ്വത്ത് സമ്പാദിച്ചവർക്ക്. അതുകൊണ്ട് സൂക്ഷിക്കണം. ആ സൂക്ഷ്മതയോടെ സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.